അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ദുആ ചെയ്ത് കഴിഞ്ഞാൽ ചില ആളുകൾ ആ ദുആ ചെയ്ത കൈകൊണ്ട് മുഖം തടവുകയും മറ്റു ചില ആളുകൾ കയ്യിൽ മുത്തുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇതിന് ഇസ്ലാമികമായ പ്രമാണങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ദുആ ചെയ്ത ശേഷം കൈമുത്തുവാനോ മുഖം തടവുവാനോ വന്നിട്ടുള്ള പ്രമാണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം ളഈഫായ ദുർബലമായ പ്രമാണങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നേർക്ക് നേരെ കൃത്യമായ മാതൃകയില്ലാത്ത വിഷയങ്ങളൊന്നും നാം ചെയ്യാൻ പാടില്ല. അപ്പോൾ ഖുർആൻ നോക്കിയാൽ നമുക്ക് കാണാം, വമാ ആതാകുമുർ റസൂലു ഫഖുദു, പ്രവാചകൻ എന്ത് കൊണ്ടുവന്നു അത് സ്വീകരിക്കുക, വമാ നഹാകും അൻഹു ഫന്തഹു, പ്രവാചകൻ വിരോധിച്ച് ഒഴിവാക്കുക. മാത്രമല്ല, മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, ഇസ്ലാമിലില്ലാത്തൊരു കാര്യം കൂട്ടിച്ചേർത്താൽ ഒഴിവാക്കേണ്ടതാണ്. അപ്പൊ ഇസ്ലാം ദീൻ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രം നാം നിർവഹിച്ചാൽ മതി, അല്ലാത്ത ചെയ്യേണ്ടതില്ല. എന്നാൽ ഒരു സുന്നത്ത് എന്ന നിലയിൽ, പ്രതിഫലാർഹമായ കാര്യം എന്ന നിലയിൽ, ബർക്കത്ത് കിട്ടാനുള്ള നിലയിൽ ഒരാൾ മുഖം തടവുകയോ ദുആ ചെയ്ത ശേഷം ആ കൈകൊണ്ട് മുഖം തടവുകയോ കയ്യിൽ ചുംബിക്കുകയോ ചെയ്യുന്നത് തെറ്റാണ്, അത് ശരിയല്ലാത്ത കാര്യമാണ്. ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, വഅമ്മാ മസ്ഹുൽ വജ്ഹി ബിൽ യദൈനി ഫലൈസ അൻഹു ഫീഹി ഇല്ലാ ഹദീസുൻ ഔ ഹദീസാനി. ദുആ ചെയ്ത ശേഷം കൈകൊണ്ട് മുഖം തടവുന്ന ഒന്ന് രണ്ട് ഹദീസുകൾ ഉണ്ടെങ്കിലും വല യുഹ്തജു ബിഹിമാ, ആ തെളിവിന് കൊള്ളാത്ത ഹദീസുകളാണ്. അപ്പോൾ ദുആ ചെയ്ത ശേഷം മുഖം തടവാൻ വേണ്ടി പറയുന്ന റിപ്പോർട്ടുകളൊക്കെ ദുർബലമാണ് എന്ന് മജ്മുഉൽ ഫതാവയിൽ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയ കാണാൻ കഴിയും. ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകളൊക്കെ ദുർബലമാണ്. ഇനി കൈമുത്തുമായി ബന്ധപ്പെട്ട് വന്ന റിപ്പോർട്ട് നോക്കിയാൽ ഇതിന് പ്രത്യേകമായ തെളിവുകളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമിൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, തഖ്ബീദുൽ യദൈനി ബഅദ ദുആ, ദുആഇന് ശേഷം കൈകൾ ചുംബിക്കാൻ ലാ അസ്ല ലഹു ഫി സുന്ന, അത് സുന്നത്തിൽ പ്രമാണമില്ലാത്തതാണ്, ബൽ ഹുവ ബിദ്അത്ത്. അപ്പോൾ പ്രാർത്ഥിച്ച ശേഷം മുഖം തടവാനോ കൈമുത്തുവാനോ നേർക്ക് നേരെ പ്രമാണങ്ങളില്ല. അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകമായി ബർക്കത്തുകളോ പുണ്യമോ ലക്ഷ്യം വെച്ചാണെങ്കിൽ അത് ബിദ്അത്തായി മാറുന്നതുമാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ച ശേഷം മുഖം തടവാനോ കൈമുത്തുവാനോ പ്രത്യേകമായ പ്രമാണങ്ങളില്ല. അങ്ങനെ വന്ന റിപ്പോർട്ടുകളൊക്കെ ളഈഫാണെന്ന് മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.